അടുത്ത 12 മാസത്തിനുള്ളിൽ 12 പുതിയ യുദ്ധ കപ്പലുകൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാവികസേന അതിന്റെ കപ്പലുകളുടെ ഗണ്യമായ വിപുലീകരണത്തിന് ഒരുങ്ങുകയാണ്. ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും മുതൽ അന്തർവാഹിനികൾ, കോർവെറ്റുകൾ, സർവേ വെസലുകൾ എന്നിവയുടെ വൻ കൂട്ടിച്ചേർക്കലുകൾക്കാണ് ഇന്ത്യൻ നാവികസേന ഒരുങ്ങുന്നത്. ഈ വിപുലീകരണം നാവികസേനയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുകയും സമുദ്ര സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതേതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിൽ ഒന്നാമത്തെ യുദ്ധക്കപ്പലാണ് INS തമല. ഇന്ത്യൻ നാവികസേനയുടെ ഉപരിതല കപ്പലിന് കൂടുതൽ കരുത്തും വഴക്കവും നൽകിക്കൊണ്ട് മറ്റൊരു തൽവാർ ക്ലാസ് യുദ്ധക്കപ്പൽ INS തമല 2025 തുടക്കത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാവും. രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് INS നീലഗിരി. പ്രൊജക്ട് 17A സീരീസിന്റെ ഭാഗമായി INS നീലഗിരി അന്തർവാഹിനി ബിരുദ യുദ്ധം, വ്യോമ പ്രതിരോധം, ഉപരിതല യുദ്ധം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ്. ഇത് ഡിസംബർ 2024 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. മൂന്നാമത്തേതായ INS ഉദയഗിരി മാർച്ച് 2025 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. പ്രൊജക്ട് 17A ക്ലാസിൽ നിന്നുള്ള മറ്റൊരു യുദ്ധക്കപ്പലാണ് INS ഉദയഗിരി. നാവികസേനയുടെ ഉപരിതല യുദ്ധക്കപ്പൽ ശക്തിപ്പെടുത്തുന്നതിന് വിപുലമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾ, സംയോജിത റഡാർ സംവിധാനങ്ങൾ, ബഹുമുഖ ആയുധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു യുദ്ധക്കപ്പലാണ് INS ഹിങ്കിരി. ഇത് ഓഗസ്റ്റ് 2025 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാവും. പ്രൊജക്ട് 17A ലൈനപ്പ് തുടരുന്ന INS ഹിങ്കിരി 2025 പകുതിയോടെ വിതരണം ചെയ്യും. ഇത് നാവികസേനയുടെ ബഹുമുഖ നാവിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. അടുത്ത യുദ്ധക്കപ്പലായ INS തുഷീൽ ഇന്ത്യൻ നാവികസേനയുടെ ഉപരിതല പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ആധുനിക ആയുധങ്ങളും സെൻസറുകളും കൊണ്ട് തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളുടെ പുതിയ കൂട്ടിച്ചേർക്കലായി INS തുഷീൽ സജ്ജമാകും. സെപ്റ്റംബർ 2024 ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. അടുത്തതായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്ന അന്തർവാഹിനിയാണ് INS ബാഷ്കീർ. ഡിസംബർ 2024 ഇത് ഇന്ത്യൻ നാവികസേനയിലേക്ക് എത്തും. ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളുടെ കൽവരി ക്ലാസ്സിലെ അവസാന അന്തർവാഹിനിയായ INS ബാഷ്കീർ നാവികസേനയുടെ വെള്ളത്തിനടിയിലുള്ള യുദ്ധശേഷികൾ, അതിന്റെ രഹസ്യാത്മകത, ഉപരിതല വിരുദ്ധ യുദ്ധം, ആന്റി സബ്മറൈൻ വാർഫ എന്നിവ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തും. ഇന്ത്യൻ നാവികസേനയിലേക്ക് എത്തിച്ചേരുന്ന കോർവെറ്റ്സ് ആണ് INS മാഹി. ആഴം കുറഞ്ഞ ജലാശയങ്ങളിലെ വെള്ളത്തിനടിയിലുള്ള ഭീഷണികൾ കണ്ടെത്താനും നിർവീര്യമാക്കാനുമുള്ള നാവികസേനയുടെ കഴിവ് ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടാമത്തെ ASWSWC കോർവെറ്റ് INS മാഹി 2025 മധ്യത്തോടെ വിതരണം ചെയ്യും. ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പദ്ധതിയുടെ പ്രധാന കപ്പലായ INS അർണാല 2024 അവസാനത്തോടെ ഇന്ത്യൻ നാവികസേനയിലേക്ക് വിതരണം ചെയ്യും. ഈ കപ്പലുകൾ തീരദേശ അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നാവികസേനയുടെ തീരദേശ പ്രതിരോധ ശേഷിക്ക് ഗണ്യമായ ഉത്തേജനമായിരിക്കും INS അർണാല. അതുപോലെ തന്നെ 2024-2025 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്ന സർവേ വെസലുകളാണ് INS സംശോധക്, INS നിർദ്ദേശക്, INS ഇച്ഛക് തുടങ്ങിയവ. INS സംശോധക് നാവികസേനയുടെ വിപുലമായ സമുദ്ര ഗവേഷണത്തിനും സർവേ ദൗത്യങ്ങൾക്കും കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് സന്ദേ ക്ലാസ് സർവേ ഷിപ്പ് സീരീസിലെ അവസാന കപ്പലാണ് INS സംശോധക്. 2025 പകുതിയോടെ ഇത് വിതരണം ചെയ്യും. അടുത്ത സർവേ വെസലായ INS നിർദ്ദേശക് സാന്തായ ക്ലാസ് സർവേ വെസലുകളുടെ ഭാഗമായ INS നിർദ്ദേശക് നാവികസേനയ്ക്ക് നൂതന ഹൈഡ്രോഗ്രാഫിക് കഴിവുകളും സമുദ്ര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും സുരക്ഷിതമായ നാവിഗേഷൻ ഉറപ്പാക്കുകയും ചെയ്യും. അടുത്ത സർവേ വെസലായ INS ഇച്ഛക് മറ്റൊരു സാന്തായ ക്ലാസ് സർവേ വെസൽ. INS ഇച്ഛക് നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേയും സമുദ്ര വിവരണ ശേഷിയും വർദ്ധിപ്പിക്കും. 2025 മാർച്ചോടെ ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി തീരും. ഈ 12 യുദ്ധക്കപ്പലുകളുടെ വിതരണം ഇന്ത്യൻ നാവികസേനയുടെ ആധുനികവൽക്കരണ ശ്രമങ്ങളുടെ സുപ്രധാനമായ മുന്നേറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. നൂതന ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ, അന്തർവാഹിനികൾ, കോർവെറ്റുകൾ, സർവേ വെസലുകൾ എന്നിവ കൂട്ടിച്ചേർക്കുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നാവികസേന കൂടുതൽ സജ്ജമാകും. ഈ കപ്പൽ വിപുലീകരണം അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, ഉപരിതല പോരാട്ടം, സമുദ്ര പെട്രോളിംഗ്, ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്നിവയിൽ നാവികസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കും. അങ്ങനെ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായ ഒരു ശക്തവും ബഹുമുഖവുമായ നാവികസേനയായി ഇന്ത്യൻ നാവികസേന മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.